കേരളത്തിലെ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഡിസ്കഷനാണ് കേരളത്തിലെ മലയാളത്തിലെ നമ്പർ 1 ഡെയിലിയായ മനോരമയായി ചുറ്റിപ്പറ്റി. അതായത് എൻ്റെ നേറ്റീവ് പ്ലേസായ പത്തനാപുരത്ത് നിന്നും വളരെ ഏകദേശം 30-35 കിലോമീറ്റർ ദൂരം മാറി ആര്യങ്കാവ് കാത്തലിക് പള്ളിയിൽ മനോരമയുടെ കോപ്പികളിട്ട് അവിടുത്തെ അച്ഛന്മാരും വിശ്വാസികളെ കത്തിച്ചു. അത് കേരളത്തിൽ പല മീഡിയയും സോഷ്യൽ മീഡിയ ഇതൊരു വലിയൊരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുത്തു. അതിനകത്ത് എന്നെ അറിയുന്ന പല ആൾക്കാരുമുണ്ട്, കാത്തലിക്സ് ആയിട്ടുള്ള വിശ്വാസികൾ. അവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. അവർ മലയാള മനോരമ എത്രയോ വർഷമായിട്ട് വരുത്തുന്ന പത്രമാണ്, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നിർത്തി. പല ആൾക്കാരും, എനിക്കറിയത്തില്ല എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന്, പക്ഷെ അതൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ആസ് എ ജേർണലിസ്റ്റ്, മലയാള മനോരമ എന്ന് പറയുന്ന പത്രം ഒരു സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ന്യൂസ് പേപ്പർ ആയിരുന്നു. പല ABC-യുടെയും പല ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച്. അതായത് മലയാളികൾ ഏറ്റവും കൂടുതൽ പത്രം വായിക്കുന്നവർ. അപ്പം അതിനകത്തോട്ട് മലയാള മനോരമയുടെ പെനട്രേഷൻ നല്ലപോലെ കയറിപ്പോയി. നല്ല ലാഭം ഉണ്ടാക്കുന്ന ന്യൂസ് പേപ്പറാണ്, പല പബ്ലിക്കേഷനാണ്, വലിയൊരു മീഡിയ ഹൗസാണ്. പക്ഷെ എൻ്റെ ഒരു വിശകലനം നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ അസംഷനും അനാലിസിസും ഈ കാര്യത്തെ പറ്റി പറയാം. മലയാള മനോരമ ഒരു പ്രൊഫഷണൽ മീഡിയയാണ്, അതേപോലെ ഒരു പ്രൊഫഷണൽ ചെറ്റപ്പ് പത്രമാണ്. ഒരു എത്തിക്സും ഈത്തോസും ഒന്നുമില്ലാത്തൊരു പത്രം. പക്ക കച്ചവടമാണ്. പ്രീണനമെങ്കിൽ പ്രീണനം, അതെങ്കിൽ അത്. അവർക്ക് അവരുടെ കാര്യം കൃത്യമായിട്ട് നടന്നു പോകണം. എല്ലാ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അനുകൂലമായിട്ട് മാറ്റിയും നിലപാടുകളില്ലാതെ. നിങ്ങൾക്കറിയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഇഷ്യൂസ് ഉണ്ട്. ജോർജ് സോറസിന്റെ ഫണ്ട്, അത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അതായത് കൃത്യമായിട്ട് ഞാൻ പറയാം, വീണ്ടും ആവർത്തിച്ച് പറയാം, ഒരു എത്തിക്സോ ഈത്തോസോ ഒന്നുമില്ലാത്ത ഒരു ന്യൂസ് പേപ്പർ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടാണ് ഇത് വളരുന്നത്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇതിൻ്റെ വെബ്സൈറ്റ് എടുത്താൽ പോലും ലോകത്തെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അവർക്കെതിരെ ഇങ്ങനെ വാർത്തകൾ നേരത്തെ ഭാഷാഭൂഷണിയിൽ വന്നു, അതിനുശേഷം ഇതൊക്കെ മറ്റൊരു വാർത്തയായിട്ട് വരുന്നു. കാരണം എനിക്ക് ആ വാർത്തയുടെ ആ എഴുതിയ സാധനം പോലും നിങ്ങളോട് വായിക്കാൻ എന്നെ കൊണ്ട് അനുവദിക്കുന്നില്ല. കാരണം അത്ര തരം താണ രീതിയിലാണ് പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പത്രം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ. ഞാൻ ഒരു സിമ്പിൾ മലയാളത്തിൽ പറയാം, മലയാള മനോരമയ്ക്കും അതിൻ്റെ പത്രകുടുംബത്തിനും മുത്തശ്ശിക്കും അന്ത്യകൂദാശ ചെയ്യേണ്ട സമയമായി. അല്ലെങ്കിൽ നല്ല പണം പഠിപ്പിക്കണം. മുഴുവന് തിളച്ചങ്ങ് മറിയോ അഹങ്കാരം കൊണ്ട്. അവർക്കെന്തും ചെയ്യാൻ പറ്റും. ആ രീതിയിലോട്ട് അതിനെ മാറ്റി. കാരണം ഇത്രയും നാളും ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന, നാഷണൽ ജേർണലിസം നിൽക്കുന്ന ഈ മലയാള മനോരമയുടെ ഈ ചെറ്റത്തരം എന്ന് പറയുന്നത് ഇത് മാത്രമൊന്നുമല്ല. പല ശബരിമല ഇഷ്യൂ, പല ഈ ഓർത്തഡോക്സ് യാക്കോബായ ഇഷ്യൂ, അതിനെയൊക്കെ ഇത്രയും വഷളാക്കിയതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഈ പത്രത്തിനാണ്. അന്ധമായിട്ട് മലയാളികൾ ഇതിനെ വിശ്വസിച്ചു. ഇനി മറ്റൊരു സംഭവം ഞാൻ നിങ്ങളോട് യഥാർത്ഥ സംഭവം പറയാം, നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം. ഈ പത്രത്തിനകത്ത് ചില മുസ്ലിം ഫേസുകളും ആ TV ചാനലിൽ മുസ്ലിം ഫേസുകളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ദ റീസൺ, ഇവർക്ക് ആ ഫേസ് വേണം, ഇന്ന ആൾക്കാരെ വേണം. ഇന്ന ഭാഗത്തു നിന്ന് മലപ്പുറം അല്ലെ കോഴിക്കോട് ഇന്ന ഭാഗത്ത് പക്ക സുഡാപ്പികളെ വേണം. എന്നാൽ മാത്രമേ സുഡാപ്പിക്കകത്തോട്ട് ഇത് കയറി ഇവരുടെ മാർക്കറ്റിങ്ങും സർക്കുലേഷനും ഒക്കെ ഇവർക്ക് കയറ്റാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യുന്ന വൃത്തികെട്ട തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതേപോലെയുള്ള വാർത്തകൾ പടച്ചുവിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എത്രമാത്രം വൃത്തികേട് കാണിക്കാവോ അതിൻ്റെ അങ്ങേയറ്റം അങ്ങ് കയറിപ്പോകും. എല്ലാത്തിനും ഒരു മൂല്യമുണ്ട്, നമുക്ക് എല്ലാത്തിനും ഒരു ലക്ഷ്മൺ രേഖയുണ്ട്. ആ ലക്ഷ്മൺ രേഖയിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഇവരുടെ അടിമയായിരിക്കണം, ഇന്ത്യ ഭരിക്കുന്നവരുടെ അടിമയായിരിക്കണം. ആ രീതിയിലാണ് ഇവർക്ക് കൊണ്ടുപോകേണ്ടത്. പക്ഷെ അതിനെയൊക്കെ നരേന്ദ്രമോദി കാരണം കോടാ പുല്ലെന്ന് പറഞ്ഞു. ഇവർക്ക് പഴയ പോലെ അവിടെ നിന്ന് കയറി ചൊറിയാനൊന്നും പറ്റത്തില്ല.
അതിനുവേണ്ടിയാണ് കേരളത്തിൽ ഇവർ ഈ കാണിക്കുന്ന ഗിമ്മിക്സ് ഓരോ ഇന്ന് BJP, നാളെ മറ്റവര്, പിന്നെ അനുകൂലം, ഓരോ കാര്യം. അല്ലാതെ പത്രധർമ്മം എന്ന് പറഞ്ഞ സംഭവം ഇതിന് 1% പോലുമില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് എൻ്റെ ക്ലാരിറ്റി ഉള്ള സ്റ്റാർട്ട്. കാരണം ഞാൻ ഈ പത്രം നേരത്തെ വായിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈ സാധനം വായിക്കാറില്ല. പക്ക പ്രീണനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി നിങ്ങൾ മറ്റൊരു സംഭവം മനസ്സിലാക്കിയിരിക്കണം, കേരളത്തിലെ മീഡിയ ഹൗസ് നേരിടുന്ന സംഭവം. അപ്പോൾ ഒരു പത്രം ഇതേപോലെയുള്ള പ്രീണനം കാണിക്കാൻ ഈ സുഡാപ്പികൾ, അതായത് കോഴിക്കോട് അവളോട് 1-2 മീഡിയ ഹൗസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ജേർണലിസം സ്കൂളുണ്ട്. അപ്പോൾ അവിടുന്ന് വരുന്നവരെ പ്രത്യേകം ആ പേരുള്ളവരെ ഇവർ റിക്രൂട്ട് ചെയ്യും. അതിന് ഈ സുഡാപ്പി എന്ന് പറഞ്ഞവൻ ഈ പത്രത്തിൽ കയറി കഴിഞ്ഞാൽ, ഈ മാധ്യമമാണെങ്കിലും മീഡിയ അവിടെയൊക്കെ ജോലി ചെയ്യുന്നതിന് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ പത്രത്തിനകത്ത് മുഴുവനും സുഡാപ്പി മയം കൊണ്ടുവരും. ഹമാസിനെ പോരാളികളാക്കി മാറ്റും. ഭീകര സംഘടനയല്ല, ഇസ്രായേൽ ഏറ്റവും വലിയ ഭീകര സംഘടന എന്നും പറഞ്ഞു കളയും. കാരണം ഇവരാണ് സബ് എഡിറ്റിങ്ങും അതും ഇതൊക്കെ ചെയ്യുന്നത്, പേജ് ഡിസൈനും പരിപാടിയൊക്കെ. അപ്പൊ ഇവരെ കൊണ്ട് നിറയ്ക്കുക. ദേശാഭിമാനിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ഈ പ്രോപ്പറായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ഇവരെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇതേപോലെ സുഡാപ്പികളെ കൊണ്ടുവെക്കും. ഇവർ ജേർണലിസം സ്കൂൾ നടത്തി ഇവർക്ക് നല്ല കാൻഡിഡേറ്റിനൊന്നും വേണ്ട. ഞാൻ വെറുതെ പറയുന്നതല്ലേ ഇഷ്യൂ. ഇവർക്ക് അങ്ങനെയുള്ള മുസ്ലിങ്ങളായിട്ട് നല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന എത്രയോ പേര്, അവരെ വേണ്ട ഇവർക്ക്. ഇവർക്ക് ഈ പറയുന്ന സുഡാപ്പികളും ആ പേരും ആ മുഖവും ആ ഫേസും ഉള്ളവനെ വേണം. ഇനി വളരെ കൂടുതലാണെന്നും പോകത്തില്ല. ഈ കംപ്ലീറ്റ് ചാക്കിട്ടുള്ള ന്യൂസ് ആങ്കേഴ്സൊക്കെ വന്നേക്കാം. അതാ മറ്റേ സ്കൾ തൊപ്പിയൊക്കെ വെച്ചോണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇതിൻ്റെ ഒരു പ്രഡിക്ഷനാണ്. കാരണം ഇവരെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി, ഇവരെ പ്രീണനം നടത്താൻ വേണ്ടി. ആ തൊപ്പിക്കാരനൊക്കെ നാളെ മറ്റും ഫുൾ ചാക്കൊക്കെ ഇട്ട് നാളെ ഇവിടെ താലിബാൻ പോലെ ഇവിടെ ന്യൂസ് റീഡിംഗ് ഒക്കെ ഉണ്ടാകാം. ഇതേ നമ്മൾ ഈ പറയുന്ന ലീഡിങ് പത്രങ്ങളിലും അതിന്റെ മീഡിയ ഹൗസിലും അവരുടെ ടെലിവിഷൻ ചാനലൊക്കെ ഇതിനൊക്കെ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം മീഡിയ അവൻ കഴിഞ്ഞിടയ്ക്കാണ് തട്ടം മാറ്റിയത്, പ്ലെയിൻ ആക്കിയത്. ഇവർ ഈ സംഭവം മുഴുവനും കാരണം അതിനെ തോൽപ്പിക്കാൻ വേണ്ടി അതിനേക്കാളും പ്രീണനവും മതഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ചാനൽ അതും തുടങ്ങാനുള്ള പദ്ധതിയുണ്ട്. പിന്നെ നല്ല ടാലന്റുകളൊന്നും ഈ മലയാളം ജേർണലിസത്തിലോട്ട് വരുന്നില്ല. അതൊരു സത്യമാണ്. അപ്പോൾ ആ ഒരു സ്പേസിലോട്ട് ഈ പറയുന്ന സുഡാപ്പികൾ മുഴുവനും കയറുക. എങ്ങനെയാണ് UN ഉണ്ടായത്? UN ടാലന്റ് വരാത്തപ്പോഴേ ഈ തേർഡ് വേൾഡ് കൺട്രിയിൽ നിന്ന്, അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഈ സുഡാപ്പികൾ മുഴുവൻ അതിൻ്റെ അകത്തൊക്കെ കയറി. പിന്നെ ട്രംപ് ചവിട്ടിയിട്ട് ദൂരെ കളഞ്ഞു, പോളാവില്ല. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് മലയാളം മീഡിയക്കകത്ത് മുഴുവൻ ഇത് കയറിയിരിക്കുക. ഇപ്പം അടുത്ത സമയത്ത് ഈ സിദ്ദിഖ് കാപ്പനുമായിട്ട് ഫൈസിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ NIA, അതിനകത്ത് സിദ്ദിഖ് കാപ്പനും ഫൈസിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ പല ഗ്രൂപ്പിലും ഓരോ ജേർണലിസ്റ്റിന് എത്ര രൂപയാണ് കൊടുക്കേണ്ടത്, അവർക്കത് കൊടുക്കേണ്ട ആര് മുഖാന്തരം കൊടുക്കണം, ഡൽഹിയിലുള്ള നാഷണൽ ജേർണലിസ്റ്റിന് പണം കൊടുക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന JNUയിലെയും ജാമ്യയിലെയും പ്രൊഫസർമാരെയാണ്. ഇതൊക്കെ ഓരോ കള്ളികൾ പുറത്തു വരിക. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നമുക്കൊരു നല്ലൊരു ജേർണലിസം സ്കൂള്, ഒരു ഹൈ എൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇന്ത്യയിലൊരു സിറ്റി തുടങ്ങണം. ഇതിൻ്റെ ഒരു പണ്ടൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. കാരണം നല്ല ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഇന്റർനാഷണലി വെൽ റിനോൺഡ് ആയിട്ട് ആൾക്കാരെ കൊണ്ട്, കാരണം അങ്ങനെ ഒരു ന്യൂ ഏജുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലോട്ട് ജേർണലിസത്തെ മാറ്റിയെടുക്കണം. ഇവരെല്ലാം മീഡിയ സ്കൂളുകളാണ്. മനോരമ മീഡിയ സ്കൂള്, മാതൃഭൂമി മീഡിയ സ്കൂള്, മാധ്യമം മീഡിയ സ്കൂള്, പല പ്രസ് അക്കാഡമികൾ. ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഈ പത്രങ്ങൾ അവർ പിക്ക് ചെയ്യുന്ന മുഴുവനും ഈ സുഡാപ്പികളെ മാത്രമാണ്. കാരണം ഈ പറയുന്ന മാർക്കറ്റിങ്ങും ഈ പറയുന്ന ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾ അവരെ ആകർഷിക്കാൻ വേണ്ടി. അതിനെ മാറ്റിയെടുക്കേണ്ടത് ഇപ്പൊ ഈ വീഡിയോ കേൾക്കുന്ന ഓരോ മലയാളികളുടെ ആവശ്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സീരിയസ് ആയിട്ട് ചർച്ചയിലാണ്. എവിടെ ഇത് തുടങ്ങണം, എന്തായിരിക്കണം ഇതിൻ്റെ എത്രയാണ് ഫാക്കൽറ്റി. ഇതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6-7 മാസമായി. കാരണം ഇത് മാറ്റിയെടുത്തേ മതിയാവത്തുള്ളൂ. കാരണം ഇത് പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഞാൻ 1-2 പോയിന്റ് പറയാം.
അതായത് നാഷണൽ ജേർണലിസം, ഹിന്ദുസ്ഥാൻ ടൈംസിലും ടൈംസ് ഓഫ് ഇന്ത്യയിൽ പോലും ഈ ഹമാസ് ഇസ്രായേൽ വാറുമായിട്ട് ബന്ധപ്പെട്ട്, ഇറാൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ സുഡാപ്പികൾ അവിടെയും കയറിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ മാത്രം ചെറിയ കാര്യമല്ല. അവരിത് പ്രിപ്പയറായിട്ട് പ്ലാൻ ചെയ്ത് അകത്തോട്ട് ആളിനെ കയറ്റുവാണ് പത്രങ്ങൾ പിടിച്ചെടുക്കുക, പ്രത്യേകിച്ച് ജേർണലിസ്റ്റുകളെ. നമ്മളൊരു ശരിക്കും ഒരു എമർജൻസി ആയിട്ട് വാർ ഫൂട്ടിങ്, അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഇതിന് നമുക്ക് സംഭവം ചെയ്യണം. ഇത് കേരളത്തിലെ പത്രങ്ങളെ ഞാൻ പറയുന്നൊന്നുമില്ല, കാരണം അവരങ്ങനെ ആയിപ്പോയി. അവരുടെ മാർക്കറ്റിങ്ങും സർക്കുലേഷനും ഒക്കെ ആ രീതിയിൽ പോയി. ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനെന്തൊക്കെയാണ് വഴികൾ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചകളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.